സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്ലേസ്റ്റസിന്റെ വാക്കുകളിൽ നിന്ന് അമ്മുവിനെ ഗോഡൌണിൽ പൂട്ടിയിട്ടേക്കാണെന്ന് മനസ്സിലാക്കിയ ബലരാമൻ അവളെ അവിടെ നിന്നും രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ലാലി താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്ന് ലാലിയെ ചുമരിനോട് ചേർത്ത് കഴുത്തിൽ അമർത്തി പിടിച്ച് അമ്മുവിനെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നത്, അവളെ ആര് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ലാലി ഇക്കാര്യമൊക്കെ സുമിത്രയെ വിളിച്ച് പറയുമ്പോൾ അവൻ ഇത്രയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആര് പറഞ്ഞ് അമ്മുവിനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. മാഡം, ഞാൻ വ്യക്തമായൊന്നും പറഞ്ഞില്ല. ബലരാമൻ കുഞ്ഞ് ഇവിടെ നിന്ന് ഭ്രാന്തെടുത്താണ് പോയത്. എല്ലാം ബലരാമൻ കുഞ്ഞ് അറിഞ്ഞ പ്രശ്നമാകും. സുമിത്ര മേഡത്തിന് ബലരാമൻ കുഞ്ഞിനെ പേടിയില്ലേന്നൊക്കെ ലാലി ചോദിക്കുമ്പോൾ പേടിയാകുകയോ ഞാനൊന്ന് ചോദിക്കുകയാണെന്ന് സുമിത്ര. കൺമണി എവിടെയാണെന്ന് അവന് സൂചന ഒന്നും ഇല്ലല്ലോ ലാലി. ഇല്ല മാഡം, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്നും പറയുന്നുണ്ട്. കൺമണി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി കഴിഞ്ഞു. ഇനി അവൾ അധികം ഞെളിയില്ല. എല്ലാവരെയും രക്ഷിക്കുന്ന അവളെ രക്ഷിക്കാൻ ആരുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുമിത്ര. കൺമണിയാണെങ്കിൽ ആകെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഗുണ്ടകൾ വന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ആകെ വിഷമിച്ച് തളർന്ന അവശനായ ശ്രീനിവാസനാണെങ്കിൽ കൺമണിയുടെ സുഹൃത്തായ എസ് ഐ വിളിക്കുന്നുണ്ട് കേട്ടോ. അവളെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ കൺമണിക്ക് എന്ത് പറ്റിയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അറിയില്ല മാഡം, ഓഫീസിലേക്ക് പോകാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അവിടെ ചെന്നിട്ടില്ല. അറിയാവുന്ന സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, എവിടെയും ചെന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നൊക്കെ ശ്രീനി പറയുന്നുണ്ട്. ഇത് കേട്ട് എസ് ഐ, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഞാൻ അന്വേഷിക്കാം. എന്തായാലും വൈകാതെ തന്നെ നമുക്ക് അവളെ കിട്ടും, നിങ്ങൾ പേടിക്കാതിരിക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും വന്നൊരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരുമെന്നും പറയുന്നുണ്ട് എസ് ഐ. ധനലക്ഷ്മി ആണെങ്കിൽ കൃഷ്ണന്റെ വാക്ക് പേടിച്ച് എസ് ഐ വിളിക്കാൻ ശ്രീനിക്ക് സപ്പോർട്ട് നിൽക്കുകയാണ്. ഗുണ്ടകൾ വീണ്ടും കൺമണിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മഹി ക്ലീറ്റസിനെ കണ്ട കാര്യവും മറ്റും കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവനെ ഞാൻ ഫോളോ ചെയ്തു, പക്ഷെ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. എടാ, കൺമണി എവിടെയാണോ എന്നൊക്കെ ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഒരു സൂചനയും കിട്ടിയില്ലല്ലോ മഹി. ഇനി എന്ത് ചെയ്യാനാടാ, എനിക്കൊരു പിടിയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ. നീ വിഷമിക്കാതെ, നമുക്ക് എങ്ങനെയും അവളെ കണ്ടുപിടിക്കാം. അതിന് നമുക്ക് കഴിവതും ശ്രമിക്കാം. എടാ, കൺമണിയെ കുറിച്ചുള്ള സൂചന ഒരാൾക്ക് നമുക്ക് തരാൻ പറ്റുമെന്ന് മഹി പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ. ബലരാമൻ. അയാൾ അറിയാതെ കൺമണിക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്ക് എന്തായാലും അയാളുടെ അടുത്ത് പോകണം എന്നൊക്കെ മഹി പറയുന്നുണ്ട് കേട്ടോ.